MLA മാർക്കും മന്ത്രിമാർക്കുമൊക്കെ കൃത്യമായിട്ട് ശമ്പളമുണ്ട്, അവർക്ക് കൃത്യമായ അലവൻസുകളുണ്ട്, വാഹനങ്ങളുണ്ട്, ഈ പറയുന്ന സ്റ്റാഫുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ അവരാണ് ശരിക്കും ജനത്തിൻ്റെ പ്രതിനിധി. ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ ജനങ്ങളുടെ പൾസ് അറിയുന്നവരവരാണ്. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് തുച്ഛമായ തുകയാണ് അലവൻസായിട്ട് ലഭിക്കുന്നത്. മാഡത്തിന് എന്ത് തോന്നുന്നു ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക്? സത്യം പറയുകയാണെങ്കിൽ പ്രിയൻ, 8,000 രൂപ പിന്നെ സിറ്റിംഗ് ഫീസൊക്കെ കൂടെ കൂട്ടി 8,500 രൂപയാണ് ഓണറേറിയം കേട്ടോ. ഓണറേറിയം എന്നാണ് പറയുന്നത്. നമ്മളൊരു ഓണററി വർക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ 24 മണിക്കൂറും അലേർട്ടായിട്ട് നിൽക്കേണ്ട ഒരു പ്രതിബദ്ധതയോടെ ചെയ്യേണ്ട ജോലിയാണ് ജനപ്രതിനിധി എന്ന് പറയുന്നത്. ഒരാൾ തൂങ്ങി മരിച്ചു, എനിക്ക് ഫോൺ വരാണ്, മെമ്പറെ ഒന്ന് ഇങ്ങോട്ടേക്ക് വരണം. ചെന്നപ്പോൾ അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ്, നല്ല നിലയിൽ നിന്നൊരു അദ്ദേഹമാണ്, അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു, ഈ കുഡിൻ ടേക്ക് ദ പെയിൻ എനിമോർ. അപ്പോൾ ഭാര്യ പുറത്തു പോയ സമയത്താണ് ചെയ്തത്. ഡ്രൈവറെ തിരിച്ച് വിളിക്കണം, വാർഡ് മെമ്പറെ അറിയിക്കണം, ബാക്കി കാര്യങ്ങൾ അവർ ചെയ്തോളുന്നു. അപ്പോൾ പോലീസിന് ഞാൻ ചെല്ലുമ്പോഴേക്കും പോലീസുണ്ട്. ഞാൻ ചെന്ന് നോക്കിയിട്ട് ബോഡി താഴെ ഇറക്കുള്ളൂ. ഞാൻ നോക്കൂല, തൂങ്ങി നിൽക്കുവാണ്. അദ്ദേഹം എഴുതി വെച്ചിരിക്കും. എഴുതി വെച്ചില്ലേ ആള്, നമ്മൾ താഴെ ഇറക്കി കിടത്തും. എന്നിട്ട് ഞാൻ വന്ന് നോക്കാം. നമ്മൾ സിനിമയിൽ തന്നെ അവർ മുഴുവൻ ഒരാൾ നിൽക്കുന്നത് കാണിക്കൂല. പിന്നെ ഞാൻ ഈ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ ശരിക്കും തന്നെ ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്നതിൻ്റെയൊക്കെ പടങ്ങളൊക്കെ നിർത്തി അതൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ജീവനോടൊരു മനുഷ്യൻ, എനിക്ക് നല്ല പരിചയമുള്ളൊരു മനുഷ്യൻ തൂങ്ങി നിൽക്കുന്നത് ഞാൻ കാണില്ല. ഞാൻ അടുത്ത ഫ്ലാറ്റിൽ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിൽക്കാം, പക്ഷെ നിങ്ങൾ ബോഡി താഴത്തേക്ക് ഇറങ്ങാണ്ട് ഞാൻ കാണില്ല. അതും നമ്മുടെ ജോലിയിൽ. ജാനുവരി 1 എനിക്ക് ഫോൺ വന്നിരിക്കുകയാണ്, ഒരു അന്യദേശ തൊഴിലാളി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മരിച്ചു. പക്ഷേ വേറെന്തോ ഇത് കൊണ്ട് മരിച്ച മർദ്ദനമൊന്നുമല്ല. അപ്പോൾ അത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ കൗൺസിലറുടെ സാന്നിധ്യത്തിൽ വേണം ചെയ്യാനായിട്ട്. ജനപ്രതിനിധിയുടെ RDO, അസിസ്റ്റൻറ്റ് കളക്ടർ എല്ലാവരും ഉണ്ട്. നമ്മൾ 1 തീയതി കണി കാണുന്നത് ഒരു ശവശരീരമായാൽ പറ്റുമോ? അല്ല, അത് നല്ലതാണ് കൗൺസിലറെ, അത് ശകുനമാണ് ശവശരീരം. നിങ്ങൾക്കായിരിക്കും, എനിക്കല്ല. പിന്നെ ഒരു മാഡമാണ് IAS ഓഫീസർ RDO, ഒന്ന് വിളിച്ചു, ഒന്ന് വരുമോ പ്ലീസ്, ഞങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണമെന്ന് പോകാനായിട്ട്. ഞാൻ പിന്നെ ചെന്ന്, അപ്പം എൻ്റെ മുഖം വരണം വീഡിയോയിൽ, ഞാനും കൂടി ഉണ്ടോ എന്ന് കാണിക്കാനായിട്ട്, ജനപ്രതിനിധിയാണല്ലോ. പിന്നെ അങ്ങനെ നിന്ന് പോയി. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയൻ രാവിലെ മഴ പെയ്താൽ വിളിക്കും, പട്ടി കുരച്ചാൽ വിളിക്കും. പട്ടി കുരയ്ക്കണു, കടിച്ചാലല്ല കേട്ടോ, കുരച്ചാൽ വിളിക്കും. അടുത്ത വീട്ടിൽ പട്ടി കുരയ്ക്കുന്നു, അവർ തമ്മിലുള്ള വഴക്കായിരിക്കും. പട്ടി നല്ല ഉറക്കമായിരിക്കും. ഞാൻ ചെന്ന് നോക്കുമ്പോൾ പട്ടി കുരച്ചാൽ വിളിക്കും. വെള്ളം ഇല്ലെങ്കിൽ വിളിക്കും, ലൈറ്റ് ഇല്ലെങ്കിൽ വിളിക്കും, മഴക്കാലത്ത് വെള്ളം കയറിയാൽ വിളിക്കും. അതൊക്കെ അവർ വിളിച്ചില്ലെങ്കിൽ ഞാൻ അവിടെയുണ്ട്. ഞാൻ എല്ലാവരുടെയും കാര്യം ഒത്തുചേർന്ന് പറയുകയാണ്. പിന്നെ 8,000 രൂപ എന്ന് പറയുമ്പോൾ ഫുൾ ടൈം ജോലിയാണെന്ന് പറഞ്ഞാൽ, ഞങ്ങളാരും ജോലി ചെയ്യുന്ന ആൾക്കാരല്ല. പണ്ട് ടീച്ചർമാർക്കാവായിരുന്നു. ഇപ്പോൾ ഒരു പുതിയ ബില്ല് പ്രകാരം ടീച്ചർമാർക്ക് ജനപ്രതിനിധിയായിട്ട് മത്സരിക്കാൻ പറ്റില്ല. 8,000 രൂപയ്ക്ക് ഒരു സ്ത്രീക്കോ ഒരു പുരുഷനോ ഒരു കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? പ്രത്യേകിച്ചും പുരുഷനാണെങ്കിൽ പറ്റുമോ? അവരാണല്ലോ ജീവിക്കാൻ പറ്റില്ല 8,000 രൂപയ്ക്ക്. പക്ഷെ എല്ലാവരുടെയും വിചാരം പ്രിയൻ നമ്മുടെ ഗേൾസ് സ്കൂളിൽ തന്നെ ഡിവിഷനിലാണ് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും നല്ല ഈ പത്മ കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് ചെല്ലും. എൻ്റെ വിഷമം കണ്ടിട്ട് എൻ്റെ പെട്രോൾ കാർ മാറ്റി എനിക്കൊരു ഇലക്ട്രിക് കാർ എൻ്റെ ഹസ്ബൻഡ് മേടിച്ചിട്ടുണ്ട്. സോളാറിൽ കണക്ട് ചെയ്താലും ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു കേട്ടോ, ഓട്ടോമാറ്റിക്കാണ്. വെച്ചാൽ ഞാൻ പിള്ളേർക്ക് ആൻറ്റി ഒരു ദിവസം ആൻറ്റി ഒന്ന് ചെത്തല സ്റ്റൈലിൽ എപ്പോഴും വേണം. ആൻറ്റിക്ക് കുറേ രൂപ ശമ്പളം കിട്ടുന്നുണ്ടായിരിക്കില്ല, അവർക്ക് ശമ്പളം ഓണററി ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കൂട്ട്. അപ്പോൾ ലേലം വിളി തുടങ്ങി, 60,000 തുടങ്ങി. ഞാൻ മനസ്സി 60,000 70, അങ്ങനെ 1,50,000 എത്തി കേട്ടോ. എൻ്റെ ഓണറേറി കേട്ടോ, എനിക്ക് തലയിറങ്ങാനും തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ ആർക്കൊക്കെ മെൻ്റൽ മാത്തമാറ്റിക്സ് നന്നായിട്ട് അറിയാം, കുറേ കൈകൾ പൊങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിൽ 1,42,000 രൂപ അങ്ങ് കുറച്ചാട്ടെ. 8,000 8,000 രൂപയുള്ളൂ. ഞാൻ ശമ്പളമല്ല മക്കളെ, ഓണറേറിയം, നിങ്ങളോട് വന്ന് കളിക്കാനും ബാക്കിയുള്ള അച്ഛനമ്മമാരുടെ കാര്യങ്ങളൊക്കെ നോക്കാനും ആൻറ്റി സമയം കട്ടുന്നതിന് ഗവൺമെൻറ് ആൻറ്റിക്ക് ഒരു സന്തോഷമായി തരുന്ന തുകയാണ് ഓണറേറിയം. ആൻറ്റി അത് ഭയങ്കര മോശമല്ലേ ആൻറ്റി, എൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ചേച്ചിക്ക് ഞങ്ങൾ 20,000 രൂപ കൊടുക്കുന്നുണ്ടെന്നാണല്ലോ അച്ഛനും അമ്മയും കൂടെ പറയണത് കേട്ടത്. ഞാൻ ജോലിക്കല്ലല്ലോ വരുന്നത്, ഞാൻ നിങ്ങളെ സേവിക്കുകയല്ലേ ചെയ്യുന്നത്. എന്നാലും ആൻറ്റി അത് ഭയങ്കര മോശം, ഞങ്ങൾ മേയറങ്കിളിന് അടുത്താണ് വരുമ്പോൾ പറയട്ടെ. നമ്മൾ തീർച്ചയായും പറയണം. പ്രിയൻജിക്ക് അറിയാമോ നമ്മളുടെ MLAയുടെ ശമ്പളം എത്രയാണോ, ഓണറേറിയം എന്ന് വെച്ചാൽ എത്രയാണെന്നറിയാമോ? 1,00,000 രൂപ. ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യണം ഞങ്ങളാണ്. ഒരു വിളിപ്പാട് അകലെയാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഫോൺ കോൾ അവേ. ഞാൻ എപ്പോഴും എൻ്റെ ഡിവിഷനിൽ താമസിക്കുന്നവരോട് ഞാൻ പറഞ്ഞെത്തും, എവിടെയാണെങ്കിലും പറഞ്ഞെത്തും. 1,00,000 രൂപ.
വണ്ടിയുടെ അലവൻസ് 3 ലക്ഷം രൂപ. 2 PAമാരെ സ്വന്തമായിട്ട് വയ്ക്കാം, കൂടാണ്ട് അവരുടെ സർവീസസിൽ നിന്നുള്ള ഒരാളെയും കൂടെ കിട്ടും. ഇത്രയൊക്കെ എന്താ MLA ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? തിരുവനന്തപുരത്ത് പോയിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മുടെ ശിവൻകുട്ടിയുടെ കാര്യമൊക്കെ ഓർമ്മയില്ലേ? ഡെസ്കിൻ്റെ മുകളിൽ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ കാണിച്ച് ഓടി നടക്കുക, പിടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പിടിക്കുക. എന്തെങ്കിലും ഒരു സജീവമായ സക്രിയമായ കാര്യം കേരളത്തിൽ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത് ചെയ്യാനായിട്ട് ഇത്രയും രൂപ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു മന്ത്രിയായാലോ പിന്നെ സുഖമായില്ലേ? നമ്മുടെ ശ്രീമതി ടീച്ചറിനെ ഓർമ്മയില്ലേ? ശ്രീമതി ടീച്ചറാണല്ലോ പറഞ്ഞേ, എന്താണ് മീശ നോവൽ വന്നപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര ഭക്തിയോടുകൂടെ വീട്ടിൽ നിന്ന് പോയാലും അമ്പലക്കുളത്തിൽ ഇറങ്ങി കുളിച്ച് എല്ലാം ഇങ്ങനെ നനഞ്ഞൊലിഞ്ഞ് പോയി നിന്ന് നമ്മളുടെ ശരീര പ്രദർശനം നടത്തുന്നതാണ് ഹിന്ദു സ്ത്രീകൾ എന്നൊക്കെ ഒരു പരസ്യമായിട്ടൊക്കെ പറഞ്ഞു. അയ്യപ്പൻ്റെ പ്രശ്നം അപ്പോൾ ഒരു ഉടുപ്പില്ലാത്ത ആ AKG സെൻറ്ററിൽ എന്തോ പൊട്ടാസ് പൊട്ടിയപ്പോൾ അവർ പേടിച്ച് വിറച്ച് പോയി, AKG സെൻറ്റർ കിടിഞ്ഞിപ്പോയി, അവർ ഓടിച്ചാടി താഴെ വന്നു എന്നൊക്കെ അതിഭാഗവത്വം കിടന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അവർ. ഒരു സ്ത്രീയല്ല, ഒരു മന്ത്രിയായിരുന്നു അവർ. അവരുടെ മരുമകളെ വരെ കുക്കായിട്ട് വെച്ചു. പെൻഷനാണ്. 2.5 കൊല്ലം ജോലി ചെയ്താൽ മതി, എന്നാൽ 3 കൊല്ലം നാക്കിക്കൂടെ? അതില്ല. അപ്പോൾ 2 ടേം എന്ന് പറയുമ്പോൾ 2 പേര്, ഒരു പ്രൈവറ്റ് ഒരു 20 സ്റ്റാഫ് ഉണ്ടെങ്കിൽ 40 പേർക്ക് ജോലിയായി, പെൻഷൻ ഉൾപ്പെടെയുള്ള ജോലിയായി. മന്ത്രിമാർക്ക് പെൻഷൻ, ഓരോരുത്തരുടെയൊക്കെ അലവൻസ്, വിദേശ രാജ്യങ്ങളിൽ പോയി ചികിത്സ. എന്തിനാണ് ഇവർക്കൊക്കെ വിദേശ നമ്പർ 1 കേരളം ഇൻ ഓൾ ദ മെഡിക്കൽ ഫെസിലിറ്റീസ്ന്ന് വീണ ജോർജ് മിനിറ്റിന് പറയുന്നുണ്ട്. എന്ത് കാര്യം എവിടെ കേരളത്തിന് പുറത്ത് എന്ത് കാര്യം സംഭവിച്ചാലും നമ്മുടെ കേരളം എങ്ങനെയാണെന്ന് പറയും. പിന്നെ ഇവരൊക്കെ എന്തിനാണ് പുറത്തേക്ക് പോകുന്നത്? 75,000 രൂപയുടെ കണ്ണട വയ്ക്കുന്നത് എന്തിനാണ്? ഞാൻ വച്ചിരിക്കുന്നത് 200 രൂപയുടെ കണ്ണട. ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് തന്ന മാല, കണ്ണട തൂക്കുക. 250 രൂപയേ ഉള്ളൂ കണ്ണടയ്ക്ക് വില. ഇതെന്താ മോശം? അപ്പം നമ്മൾ കൊടുക്കുന്ന ടാക്സ് മണി വെച്ച് എന്തും ചെയ്യാം എന്നുള്ളൊരിതല്ലേ. അത് കഴിഞ്ഞാൽ ആജീവനാന്ത കാലം പെൻഷനും. ഒരു MLAയുടെ മകൻ MLA മരിച്ചപ്പോൾ അവരുടെ വീട്ടിലെ എല്ലാ കടങ്ങളും എഴുതിത്തള്ളി. ആ കുട്ടിക്ക് ജോലിയും കൊടുത്തു. അതെന്തിനാണ്? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രതിനിധി, അധ്വാനിക്കുന്ന ഒരാളല്ല. ഒരു ഫാക്ടറീസ് ആക്ടിലോ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അച്ഛൻ അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസിൽ നിന്ന് മരിക്കുകയാണെങ്കിൽ ജോലി കൊടുക്കും. പക്ഷേ MLAയുടെ മകന് ജോലി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് MLA തന്നെയായിട്ട് കണ്ടസ്റ്റ് ചെയ്ത് ജയിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ അങ്ങനെ പലരും MLA മരിക്കുമ്പോൾ മകൻ കണ്ടസ്റ്റ് ചെയ്ത് വരാറുണ്ട്. പക്ഷേ ഗവൺമെൻറ് ജോലി കൊടുക്കുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. അദ്ദേഹം ഉണ്ടാക്കിയ കടം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ജനപ്രതിനിധി എന്ന നിലയിൽ അടുത്ത വീട്ടുകാരനെ സഹായിക്കാനോ ഒരു ശോശാമ്മ ചേച്ചിക്ക് വീട് വെച്ച് കൊടുക്കാനോ ഒന്നുമല്ലല്ലോ. അപ്പം ഇങ്ങനെ നമുക്കൊരു തോന്നിവാസം പോലെ ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? നോട്ടടി മെഷീനുണ്ടോ? എൻ്റെ പാവപ്പെട്ട ജനങ്ങൾക്ക് മഞ്ഞക്കാർഡുകാർക്ക് മാത്രമാണ് ഈ ഓണത്തിന് റേഷൻ കൊടുക്കുന്നത്, ബാക്കി ആർക്കും ഇല്ല. വെളിച്ചെണ്ണയുടെ വില എവിടെ എത്തി? 75 രൂപയായിരുന്നു 2ാം പിണറായി സർക്കാർ വരുമ്പോൾ. ഒരു കടുകിന് പോലും വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ്. 75-ൽ നിന്നാണ് നമ്മൾ 500-ലെത്തിയത്. കേരം വാഴും കേരള നാട്ടിൽ ഗൗരിയമ്മ ഭരിക്കുന്നൊക്കെയാണ്. KR ഗൗരി ഭരിച്ചത്. അത് പോട്ടെ, അത് വിട്ടോളൂ. കേരം തിങ്ങും കേരള നാടില്ല, അതുകൊണ്ട് ഇപ്പോൾ തമിഴ്നാടില്ല. വരുന്ന കരിക്ക് പോലും 60 രൂപയാണ് വില ഒരു കരിക്ക് കുടിക്കണമെങ്കിൽ, അല്ലേ? അപ്പം നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോയി? നമ്മളുടെ ആസ്തി എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോയി ജോലി ചെയ്യുന്ന ആൾക്കാർ അയച്ചു തരുന്നത്, അത് മുഴുവൻ ഇവർ പുട്ടടിക്കുന്നു. ഇപ്പോൾ ദേശത്തിൽ നിന്ന് വരുന്ന തൊഴിലാളികൾ, ഐ വിൽ നെവർ കോൾ ദം അതിഥി തൊഴിലാളി. ദേ ആർ നോട്ട് അവർ അതിഥീസ്, ദേ ആർ അവർ വർക്കേഴ്സ് ഡൂയിങ് മീനിയൽ ജോബ്സ്, അല്ലേ? അവരുടെ നമ്മുടെ എല്ലാം ആസ്തി അവർ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നു. നമ്മുടെ പർച്ചേസിങ് പവർ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പുറത്തുനിന്നുള്ള റെമിറ്റൻസ് ഇപ്പോൾ ഇല്ല. പക്ഷേ ഈ MLAമാരും മന്ത്രിമാരും കാണിക്കുന്നത് ജനദ്രോഹമാണ്. ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇത്രയധികം രൂപ ഒരു നവീകരണം വരണ്ടേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ജനപ്രതിനിധികൾക്ക് കൂടുതൽ ശമ്പളം കൊടുക്കാനും ഓണറേറിയം കൂട്ടി കൊടുക്കാനും തീർച്ചയായിട്ടും വാഹന സൗകര്യം കൊടുക്കാനും 6000 രൂപയ്ക്കാണ് തോന്നുന്നു പഞ്ചായത്തിൽ കിട്ടുന്ന മെമ്പേഴ്സിന്. അവരാണ് കോർപ്പറേഷനെക്കാട്ടിലും കൂടുതൽ ജോലി ചെയ്യുന്നത്. ഡിവിഷന്റെ ഓഫീസ് നടത്താൻ ഇതിന് ഒരു പൈസയും കിട്ടില്ല. പൈസയൊന്നുമില്ല, ഒന്നുമില്ല. ഞാൻ പറയുന്നത് ഒരു പാരിറ്റി വരണം. എന്തിനാണ് MLAമാർക്ക് അല്ലെങ്കിൽ മന്ത്രിമാരുടെ സ്റ്റാഫിന്, മന്ത്രിമാർക്ക് ഇത്രയധികം പൊതുഖജനാവിൽ നിന്നും പൈസ എടുത്ത് പോലീസ് അകമ്പടിയും കാര്യങ്ങളൊക്കെ എന്തിനാണ്?
ഇന്ത്യയൊന്നും ആവശ്യമില്ല. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഹിറ്റ്ലറും മുസോളിനിയല്ല, അവരെ കൊല്ലാൻ വേണ്ടി ആരും നോക്കി നിൽക്കുന്നില്ല. ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കട്ടെ. ആദ്യം ഇവർ വരുമ്പോഴേക്കും ഒരാൾ കൊടകിനെ പിടിച്ച് നിൽക്കും, രണ്ടുപേരും നമ്മളെ വകഞ്ഞു മാറ്റും, 2 പോലീസുകാരിങ്ങനെ കയറി നിൽക്കും. എന്തിനാണ്? വോട്ട് ചെയ്ത് നമ്മളാണ് ഇവരെ ജയിപ്പിക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത്രയും പോലീസിന്റെ അകമ്പടി മാറ്റം എന്തിനാണ്? വരേണ്ടതാണ്. തീർച്ചയായിട്ടും വരണം. പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഭരിക്കുമ്പോൾ ജനങ്ങളുടെ മന്ത്രിസഭയാണെന്ന് തോന്നണമെങ്കിൽ, ജനങ്ങളോടൊപ്പമാണ് ഈ മന്ത്രിമാർ എന്ന് തോന്നണമെങ്കിൽ ജനങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കണം. അല്ലാണ്ട് പോലീസിനെ കൊണ്ട് എല്ലാവരെയും വകഞ്ഞു മാറ്റിച്ച് മൈക്കിന് മുമ്പിൽ കയറി നിന്ന് 2 വാക്ക് സംസാരിച്ച് അതുപോലെ ഇങ്ങനെ വീശി വീശി പോവുകയല്ല ചെയ്യേണ്ടത്. അതെ, ഇങ്ങനെയായിരുന്നു പണ്ട് പിടിച്ചിരുന്നത്. ഇൻകുലാബ് സിന്ദാബ്. ഇപ്പം ഇങ്ങനെയാണ്. അതായത് ഇന്ത്യ മുന്നണിയായില്ലേ, കൈപ്പത്തി. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാത്തിനും ഒരു പാരിറ്റി വേണം. താഴെ നിന്ന് തന്നെ തുടങ്ങണം. പെൻഷന് ആണെങ്കിൽ പെൻഷൻ എന്തെങ്കിലും ഒരു തുക പെൻഷൻ കൊടുക്കണം ജനപ്രതിനിധികൾക്ക്. മന്ത്രിമാർക്കും MLA മാർക്കും ഇത്രയൊന്നും സൗകര്യത്തിൻ്റെ ആവശ്യമില്ല. ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളാണ്. മന്ത്രിമാർക്ക് ഓഫീസ് സ്റ്റാഫിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും, കാര്യങ്ങൾ നടന്നു പോകണ്ടേ. അവർക്ക് പാർട്ടിയിൽ നിന്നും വയ്ക്കുന്നവർക്ക് യാതൊരു പെൻഷൻ്റെയും ആവശ്യമില്ല. They are not qualified or eligible to get a pension for just 2.5 years of work. ശരിയല്ലേ? തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.